വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിന്റെ പടിവാതിൽക്കലാണ് കേരളം. ഭരണ തുടർച്ചയിലൂടെ ചരിത്രം ആവർത്തിക്കാൻ LDFും അധികാരം തിരിച്ചുപിടിക്കാൻ ഉറച്ച UDFും നിർണായക ശക്തിയാകാൻ NDAയും കച്ചമുറുക്കിയതോടെ സംസ്ഥാനത്ത് പോരാട്ടം മുറുകിക്കഴിഞ്ഞു. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ബൂത്തുതല പ്രവർത്തനങ്ങൾ മുതൽ വമ്പൻ പ്രചാരണ ജാഥകൾ വരെ മുന്നണികളും ആരംഭിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണ രീതികളിലും പുതുമ കൊണ്ടുവന്ന് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങൾ മൂന്ന് മുന്നണികളുടെയും അണിയറയിൽ ഒരുങ്ങുകയാണ്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സർക്കാർ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചാരണം നയിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയത് പ്രധാനമായും പ്രചാരണായുധമാക്കാനാണ് LDFന്റെ ശ്രമം. മുന്നണിയുടെ 3 മേഖലാ ജാഥകൾ പുരോഗമിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന വടക്കൻ മേഖല, CPI സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന തെക്കൻ മേഖല, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥകൾ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിവരികയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിയെ തുടർന്ന് ജനവികാരം അറിയാൻ സംസ്ഥാനത്തുടനീളം ഗൃഹസന്ദർശനം നടത്തിയ LDF ഇതിന് പിന്നാലെ നിലവിലെ MLAമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താനും ബൂത്ത് തല കമ്മിറ്റികൾ ശക്തിപ്പെടുത്താനും പാർട്ടി പ്രവർത്തകർക്ക് CPIM പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കുമ്പളയിൽ നിന്നാരംഭിച്ച പുതിയ യാത്ര വലിയ ആവേശമാണ് പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിലെ വലിയ ജനപങ്കാളിത്തം ഇത് തെളിയിക്കുന്നു. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തുന്ന യാത്ര പിണറായി സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും വികസന മുരടിപ്പും തൊഴിലില്ലായ്മയും യുവജനങ്ങളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റവും സജീവ ചർച്ചയാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. LDF കുത്തകയാക്കി വെച്ചിരുന്ന ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ പൊതുജനസമ്മതരായ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുകയെന്ന തന്ത്രം പയറ്റാൻ UDF ആലോചിക്കുന്നുണ്ട്. ഫുട്ബോൾ താരം IM വിജയൻ, നടൻ രമേശ് പിഷാരടി, ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി M കപ്പിക്കാട്, VSന്റെ മുൻ PA A സുരേഷ് കുമാർ തുടങ്ങിയവർ ഈ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നു. ഇത്തവണ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന MLAമാരെ പ്രതീക്ഷിക്കുന്ന NDAക്ക് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ മുന്നണിക്ക് സംസ്ഥാനത്ത് ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിക്കുകയാണെന്നും ഇത്തവണ നിരവധി MLAമാർ ഉണ്ടാകുമെന്നുമാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഫെബ്രുവരി 7-ന് തൃശൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരുന്നു. ഫെബ്രുവരി 15-ന് പാലായിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസന കോൺക്ലേവ് സംഘടിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് ആദ്യവാരമുണ്ടാകാനാണ് സാധ്യത. വികസനവും ക്ഷേമ പദ്ധതികളും ഒരു വശത്തും ഭരണവിരുദ്ധ വികാരം സാമ്പത്തിക പ്രതിസന്ധിയും മറുവശത്തും ചർച്ചയാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകും. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിവാദങ്ങളും വാക്പോരുകളും കൂടുതൽ കടുക്കുമെന്ന് ഉറപ്പാണ്. Like, share, subscribe.